അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ. കാരനായ ലൂക്യോസ് ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. നിക്കട്ടെ, എന്നീ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന്? പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും. അവരിപ്പോ തന്നെ ഒരു ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്നവരാണ്. ഒരു ശുശ്രൂഷ ഇല്ലാതല്ല അവിടെ പോയിരിക്കുന്നത്. അവർ ഓൾറെഡി പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമാണ്. എന്നാ അടുത്ത വാക്യം എന്താ? അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ശൗലേ, നീ നല്ല പ്രവാചകനാ, എനിക്ക് സന്തോഷമാ. ബർന്നബാസേ, നീ നല്ല ഉപദേഷ്ടാവാ, അതും എനിക്ക് സന്തോഷമാ. പക്ഷെ അവിടെ നിൽക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്. അവിടെ നിന്ന് അടുത്തൊരു പ്രോഗ്രസ് നിനക്കുണ്ടാകണം. ദാവീദേ, ചേട്ടന്മാരുടെ ഇടിയും തൊഴിയുടെ ഇടയ്ക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് രാജാവിന്റെ ആയുധവാഹകനായി മാറിയത് ഭയങ്കര വിടുതലാണ്. പക്ഷെ രാജാവിന്റെ ആയുധം പിടിക്കാനല്ല, രാജാവാകാനാണ് നിന്നെ അഭിഷേകം ചെയ്തത്. എന്ന പ്രവാചകനും ഉപദേഷ്ടാവുമായിട്ട് ഓൾറെഡി പ്രയോജനപ്പെടുന്ന പുള്ളിയോട് പറയാണ്, വിളിച്ച വേല ഇച്ചിരൂടെ ഹയറാ. നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അതിലും വലുതാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി.